ജനങ്ങൾ അവരുടെ ജോലികൾ സന്തോഷത്തോടെയാണോ ചെയ്യുന്നത് എന്നറിയാൻ രാജാവിന് ആഗ്രഹം തോന്നി. അദ്ദേഹം വേഷപ്രച്ഛന്നനായി ഇറങ്ങി. ആദ്യം കണ്ട മരം വെട്ടുകാരനോട് ചോദിച്ചു, ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? അയാൾ പറഞ്ഞു, ഒട്ടുമില്ല. പാരമ്പര്യമായി ഇത് ചെയ്യുന്നത് കൊണ്ട് ഞാനും ചെയ്യുന്നു. അലക്കുകാരനോടും രാജാവ് ചോദ്യം ആവർത്തിച്ചു. സ്കൂളിൽ പോയപ്പോൾ ഞാനൊന്നും പഠിച്ചില്ല, ഇപ്പോൾ ഈ ഗതിയായി. കൃഷിക്കാരനോടും കച്ചവടക്കാരോടുമെല്ലാം ചോദിച്ചെങ്കിലും ഉത്തരം ഒരുപോലെയായിരുന്നു. കൊട്ടാരത്തിലേക്ക് നടക്കുന്നതിനിടയിൽ ഒരു കുടിലിൽ വെളിച്ചം കണ്ട് രാജാവ് അവിടെ എത്തി. വിളക്കിന് മുന്നിലിരുന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന വയോധികനോട് ചോദ്യം ആവർത്തിച്ചു. അയാൾ പറഞ്ഞു, ഇതാണെൻ്റെ ജീവിതം, എനിക്ക് അത്രയ്ക്കിഷ്ടമാണിത്. അവിടെ ഒരു സ്കൂൾ നിർമ്മിക്കാൻ രാജാവ് ഉത്തരവിട്ടു. തലച്ചോറുകൊണ്ടും ഹൃദയം കൊണ്ടും ജോലി ചെയ്യാം. ആദ്യ കൂട്ടർക്ക് ആഹാരവും അതിജീവനവുമാണ് അവരുടെ ജോലി. നിശ്ചിത സമയത്തിനുള്ളിൽ നിശ്ചിത ലക്ഷ്യം പൂർത്തീകരിച്ച് അവർ മികവിൻ്റെ കോണിപ്പടികൾ കയറിയിറങ്ങും. കൂലിക്കനുസരിച്ചായിരിക്കും അവരുടെ വേല. ഹൃദയം കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് കർമ്മങ്ങളുടെ പൂർത്തീകരണമാണ് പ്രധാനം. ഓരോ പ്രവൃത്തിയും തീരുമ്പോഴുള്ള ആത്മസംതൃപ്തിയാണ് തുടർ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജം. നിർബന്ധിക്കപ്പെട്ടതുകൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട്, നിവൃത്തികേടുകൊണ്ട് ചെയ്യുന്നവരുമുണ്ട്, തന്നിഷ്ടപ്രകാരം ഏറ്റെടുക്കുന്നവരുമുണ്ട്. നിർബന്ധിക്കപ്പെടുന്നവർക്ക് അതിനോട് അഭിരുചിയോ താൽപ്പര്യമോ ഉണ്ടാകില്ല. മറ്റാർക്കോ സന്തോഷം ലഭിക്കാൻ അവർ സ്വന്തം സന്തോഷം വേണ്ടെന്ന് വയ്ക്കുന്നു. നിസ്സഹായരാക്കപ്പെടുന്നവർക്ക് ആ തൊഴിൽ ഏറ്റെടുക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. അത്താഴമുണ്ടാക്കാനും ആയുസ് കൂട്ടാനുമായി അവർ അത് തുടരും. തങ്ങളുടെ കഴിവുകളെക്കുറിച്ചും തനിമയെക്കുറിച്ചും അവർക്ക് ധാരണയുണ്ടാകില്ല. ഇഷ്ടമുള്ളത് ചെയ്യുന്നവർക്കാണ് ആനന്ദവും ആത്മസംതൃപ്തിയും ഉണ്ടാവുക.